Hey friends, welcome back to my channel Life Unedited by Archana. അപ്പോൾ ദാ വൈകുന്നേരമാണ്. ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ട് അടിച്ചു വരാൻ കുറച്ച് പാടാണ് കേട്ടോ. മൊത്തം ഇതായിട്ട് സീനായിട്ട് കിടക്കുകയാണ് മുറ്റമൊക്കെ. ഇന്ന് കുറച്ച് നേരത്തെ മുറ്റമടിക്കാൻ ഇറങ്ങി കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ വരും. പിന്നെ കർക്കിടക വാവല്ലേ, അപ്പോൾ അമ്മ കിച്ചണിൽ ഫുൾ ഡ്യൂട്ടിയിലാണ്. കുറേ ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. എനിക്ക് വിഷമമാണ് കേട്ടോ. നാളെ ഈ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് പോകണം, ഹോസ്റ്റലിലേക്ക് തിരിച്ച് പോകണം. ശരിക്കും മാം ഇന്ന് കയറാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷേ ഇന്ന് കയറുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അമ്മയ്ക്ക് വയ്യാതിരിക്കാം. അപ്പോൾ അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ കയറണമെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ച് വരുത്തിയിട്ട് ഇപ്പം അച്ഛൻ എന്നെ അവിടെ ചെന്ന് കൊണ്ടുവിടണം ബസ് സ്റ്റാൻഡിൽ. അപ്പോൾ ഇന്ന് ഇവിടെ പൂജ ഉള്ളതുകൊണ്ട് അച്ഛനും പോകാൻ പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് പാടില്ലായിരുന്നു. പിന്നെ ബസ്സിന് പോകാനാണെങ്കിൽ തന്നെ വെള്ളം പൊങ്ങിക്കിടക്കുക. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് ഡയറക്റ്റ് ബസ്സൊന്നുമില്ല. അപ്പോൾ മൊത്തം അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, നമുക്ക് നാളെ കയറാം, ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ എത്തിയാൽ മതിയല്ലോ ഹോസ്റ്റലിൽ. അങ്ങനെ സെറ്റാക്കിയേക്കുവാണ്. ചെറിയൊരു പേടിയുണ്ട് മാം എന്താ പറയുന്നതെന്ന് ഓർത്തിട്ട്. പിന്നെ മുറ്റടിച്ച് കഴിഞ്ഞിട്ട് അമ്മ കാണാതെ എനിക്കൊരു സ്ഥലത്തൂടെ പോകാനുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവൾ കുറച്ച് സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അവൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. അവൾക്ക് ലീവില്ല, അവൾ GNM. അപ്പോൾ BSc-കാർക്കായിട്ടോ ലീവ്, ഒരു ആഴ്ച ലീവ് കിട്ടിയതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ പിന്നെ അവളുടെ സാധനങ്ങൾ എനിക്കൊന്ന് വാങ്ങണം. അപ്പോൾ സമയമില്ലാത്ത സമയത്ത് പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചീത്തയേക്കും. അപ്പോൾ അമ്മ അറിയാതെ ജസ്റ്റ് ഒന്ന് പോകണം. അവളുടെ വീട് ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ. കണ്ടോ വെള്ളമൊക്കെ ഇതിൽ കൂടെ ഒക്കെ വെള്ളം പോകുന്നതാണ് കേട്ടോ. ആ വഴിയിൽ കൂടെ ഒക്കെ വെള്ളം പോകുന്നതാണ്. നല്ല മഴ പെയ്യുമ്പോൾ ഇവിടേക്കൊക്കെ വെള്ളം പോയിക്കൊണ്ടിരുന്നതാണ്. കണ്ടോ സ്റ്റെപ്പിൻ്റെ താഴെ ശരിക്കും അതിൽ കൂടെ ഒക്കെ വെള്ളം മഴ പെയ്യുമ്പോൾ പോവും. അല്ലാത്ത സമയത്ത് ക്ലീനായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ശരിക്കും അങ്ങനെ വെള്ളമൊന്നും അങ്ങനെ പോകുന്നതല്ല. ഇപ്പോൾ തെന്നി തെറിച്ച് കിടക്കും അതിൽ കൂടെ ഒക്കെ കേട്ടോ. ഇപ്പോൾ കണ്ടോ വെള്ളം ഒഴുകിയ കനാലിട്ട് പോയി. ഇപ്പോൾ കനാലിലെ വെള്ളം ഉപയോഗിക്കാൻ കൊള്ളില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ കുളിക്കാൻ, പ്രായമായവരൊക്കെ കുളിക്കാറുണ്ട്, ഞങ്ങൾ കുളിക്കാറില്ല. പ്രായമായവരൊക്കെ അവിടെ കുളിക്കാറ്, അലക്കുന്നത് അവിടെയാണ്. നല്ല സുഖമാണ്, തൊട്ടടുത്തല്ലേ കനാലെന്ന് പറയുന്നത്. പിന്നെ അതിൽ കൂടെയൊക്കെ വഴിയുണ്ട്, അതിൽ കൂടെ ഞങ്ങൾ ഡയറക്റ്റ് വഴി അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദാ പറമ്പിൽ കൂടെ ഒക്കെ കയറി പോകണം. വെള്ളം പോയി കഴിഞ്ഞാൽ കുഴപ്പം ഇതാണ്. അവിടെ മൊത്തം ചിലനീരുടെ വലയായിരുന്നു. എൻ്റെ തലയിലൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ നോക്കിയത്. പിന്നെ എന്താ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ വരും. അതിന് മുന്നേ ഞങ്ങൾക്ക് കുറേ പണിയൊക്കെ ഒതുക്കി വെക്കണം, കുളിക്കണം. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ കുളിച്ചാണ് കേട്ടോ. പിന്നെ കുളിക്കണ്ട. പിന്നെ ദാ അവളുടെ വീട്ടിലൊക്കെ ഈ കനാൽ ഇങ്ങനെ നേരെ ഒഴുകുന്നതാണ് കേട്ടോ. അങ്ങ് പോവും. ഇവിടെയൊക്കെ ഓരോരുത്തർ വന്ന് അലക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ വെള്ളം കൊള്ളത്തില്ല, മഴ പെയ്ത് കിടക്കുമല്ലേ. സൂക്ഷിച്ച് പോകണം കേട്ടോ, അല്ലെങ്കിൽ മൊത്തം തെന്നിക്കിടക്കും. എവിടെയൊക്കെ വീഴും എന്നറിയാൻ പാടില്ല. അത് മാത്രമല്ല നമ്മളിങ്ങനെ നേരെ പോകുമ്പോഴല്ലോ ഡയറക്റ്റ് ഒരു ചിലന്തിയുടെ കൂട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചെന്ന് കയറുന്നത്. അങ്ങനെ പ്രശ്നമുണ്ട് നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ. ഇതൊക്കെ മൊത്തം പാറ, എൻ്റെ വീടൊക്കെ ഇരിക്കുന്ന ഒരു പാറയുടെ പോലത്തെ സൈഡിലാണ് കേട്ടോ. ഒരു പാറയിൽ അവിടെ മൊത്തം അത്യാവശ്യം പാറ, കുന്ന്, മല. എൻ്റെ വീട് മൊത്തം ഒരു ഗ്രാമപ്രദേശം എന്ന് വേണമെങ്കിൽ പറയട്ടെ. മൊത്തം പച്ചപ്പ്, കുളം, പിന്നെ എന്താ തോട്, അങ്ങനെയൊക്കെ പറയില്ലേ, അതാ എൻ്റെ ഫ്രണ്ട് വീടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് അവളെന്താ പറഞ്ഞ സോപ്പെന്നോ എന്തൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. സോപ്പ്, പിന്നെ അച്ചാറൊക്കെ കൊടുത്തുവിടാന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ അറിയാതെ വീട്ടിൽ കയറ്റി വെക്കണം. എന്തായാലും അമ്മ കണ്ടുപിടിക്കും, അതെനിക്ക് ഉറപ്പാണ്. എന്നാലും ഇപ്പോൾ സമയമില്ലാത്ത സമയത്ത് പോയിന്ന് പറഞ്ഞ് ചീത്ത കേൾക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഇളം വെയിൽ, അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും വെയിലില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഇളം വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഇളം വെയിൽ നല്ല രസമാണ് കാണാനും, നമുക്കത് കൊള്ളാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ടൈം എത്രയാണ്? 3:30 കഴിഞ്ഞു. എന്നിട്ടും ഇപ്പോഴാണ് വെയിൽ വരുന്നത് കേട്ടോ. ഞാൻ വന്ന ദിവസം ആ ആഴ്ച മൊത്തം, ഇന്നാണ് ഒന്ന് തോർച്ച കണ്ടത് കേട്ടോ. ആഴ്ച മൊത്തം മഴയായിരുന്നേ. മഴയായിട്ട് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. കറണ്ടില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലൈനിൽ അങ്ങോട്ട് മരം വന്ന് വീഴും. അപ്പോൾ പിന്നെ നമുക്ക് കറണ്ട് കട്ടാവും. അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഫോൺ ചാർജ് ആക്കാൻ പറ്റില്ല, TV കാണാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് ഒരു TV കണ്ടാൽ മതി എന്നായിരുന്നു. അവിടെ ഹോസ്റ്റലിൽ TV ഒന്നും ഇല്ലല്ലോ, നമ്മൾ ഫുൾ ടൈം ഫോണിൽ കൊത്തിക്കൊണ്ടിരിക്കുമല്ലേ. എനിക്കാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിനിമ വെച്ച് കാണാൻ കൊതിയാവുമായിരുന്നു കേട്ടോ. അതിനിങ്ങനെ മര്യാദയ്ക്ക് കറൻറ്റേ ഇല്ല. പിന്നെ എങ്ങനെയാണ്, കറണ്ട് ഉള്ളപ്പോൾ സിഗ്നലില്ല, അല്ലാത്ത സമയത്ത് അച്ഛൻ ന്യൂസ് വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇന്ന് വന്നിട്ട്. TV കാണാൻ കൊതിയായിരുന്നു, TV കാണാൻ പറ്റിയില്ല. എന്നാലും കണ്ടു കേട്ടോ. പിന്നെ എന്താ കണ്ടോ, എല്ലാം നനഞ്ഞ് കിടക്കുക മൊത്തം. കാട്ടിൽ കൂടെ, എൻ്റെ വീട് കാട്ടിലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ശരിക്കുമുള്ള വഴി ഇതൊന്നും അല്ല. ഇപ്പം ഞാൻ ഇതിൽ കൂടെ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അത് സൂക്ഷിച്ചാൽ പോകുന്നത്, മൊത്തം തെന്നി കിടക്കുക. ശരിക്കും ഇതൊന്നും അല്ല എൻ്റെ വീട്ടിലുള്ള വഴി. അത് അവിടെയൊക്കെ വെള്ളമായതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നാൽ നമ്മൾ എപ്പോഴും എളുപ്പ വഴിയാണല്ലോ നോക്കുന്നത്. അവളുടെ വീട്ടിൽ പോകാൻ ഇതാണ് എളുപ്പ വഴി. കണ്ടോ ഇവിടെ ഇതൊന്നും ശരിക്കും വെള്ളം, അങ്ങനെ വെള്ളമേ അല്ല. അവിടെ വെള്ളമൊന്നും ഇല്ലാത്തതാണ്. ശരിക്കും അങ്ങനെയാണ്, അവിടെ വെള്ളം ഇല്ല. ഇപ്പം മഴ പെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ
രണ്ട് കാക്ക വന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് ബലിക്കാക്കകളല്ല, നല്ല കാക്കകളാണെന്ന് വെച്ചാൽ അമ്മ പറയുന്നത് കറുത്ത കാക്കകൾ വരുന്ന വീട്ടിൽ നല്ല. അതും ഈ സമയത്ത് അമ്മയുടെ വിശ്വാസമാണ്, അവരൊക്കെ കുറച്ച് ഇതായിട്ടുള്ള ആൾക്കാരാണല്ലോ, അപ്പോൾ അവരുടെ വിശ്വാസമാണ് ഇങ്ങനെ അവർ ഇത് മീൻസ് കാക്കകൾ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ കാക്കകൾ നമ്മൾ മരിച്ചു പോയ ആത്മാക്കളാണെന്നാണ് അവരുടെ വിശ്വാസം. അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ കാക്കകളൊക്കെ വരെ നല്ലതാണ്, കാരണന്മാർ വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞ് ഞാൻ ചിരട്ടയിൽ ഫുഡൊക്കെ വെച്ച് കൊടുത്തു. അവർ കഴിക്കുകയാണത്. പിന്നെന്താ ചായയും പോട്ടെ, പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്ന പൊടി റവയുടെ പൊടിയാണ് വാങ്ങിച്ചിട്ട് വന്നത്. അത് പടവും നോക്കിയില്ല, വായിച്ച് നോക്കിയില്ല, ചുമ്മാ ചേച്ചി എടുത്ത് തന്നപ്പോൾ ഇതാക്കി. വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല, അമ്മയ്ക്കാണ് മനസ്സിലായത് പിന്നെ കേട്ടോ. ദൈവം ഇത് റവപ്പൊടിയായിരുന്നു എന്ന്. പിന്നെ വീട്ടിൽ പുട്ടിനുണ്ടാക്കി വെച്ച പൊടി ഉണ്ടായിരുന്നു, മീൻസ് വറുത്തെടുത്തില്ല, വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്തെടുത്ത പൊടി ഉണ്ടായിരുന്നു. പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കിയത്. നിലത്തിരുന്നിട്ടാട്ടോ ഉണ്ടാക്കുന്നത്, മുറത്തിൽ ഇങ്ങനെ വെച്ചിട്ട് എണ്ണ തൂത്ത് പിരിച്ചുണ്ടാക്കുക കേട്ടോ. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പാടാണ്, ആ സാധനം തിരിച്ചുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി നോക്കിയവർക്ക് അറിയാൻ പറ്റും, ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രാവശ്യം അത് മര്യാദയ്ക്ക് വന്നു കേട്ടോ. വീട്ടിൽ തന്നെ പൊടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. ഇത് ഈ റേഷൻ കടയിൽ അരിയില്ലേ, അത് നമ്മൾ വറുത്ത് പൊടിക്കുമല്ലോ, എന്നിട്ട് അത് അരിച്ചെടുക്കുമ്പോൾ ഇടിയപ്പത്തിന് അരിക്കാതെടുക്കും, പുട്ടിന് അങ്ങനെയാണല്ലോ. സാധാരണ ഇങ്ങനെ ഇത്രയും നൈസായിട്ട് വരാറില്ല കേട്ടോ. ഇത് കണ്ട് ഇപ്പോൾ നൈസായിട്ട് വരുന്നുണ്ട്, ഇപ്പം ഇത്രയും നൈസായിട്ട് സാധാരണ വരാറില്ല. എൻ്റെ അനിയത്തിയായിട്ട് ഇതൊക്കെ എടുത്ത് തന്നെ അവൾ ഭയങ്കര സൂമാക്കിയിട്ട് എടുത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് സാധാരണ ഞങ്ങൾ ഇടിയപ്പം അല്ലാട്ടോ ഉണ്ടാക്കാറ്, പിടിയാണ്. കാരണം പിടി കാരണന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, പണ്ടത്തെ കാലത്തൊരു വിഭവമാണല്ലോ അത്, അവരങ്ങനെ കഴിച്ചിട്ടുള്ളതാണ്. ബട്ട് പ്രശ്നമില്ല, അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് പീരീഡ്സ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി മരുന്ന് കഴിച്ച് സെറ്റായി വന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിടിയൊന്നും ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇടിയപ്പത്തിൽ ഒതുക്കുകയാണ്. പിന്നെ എന്താ വേറെ ഇനി ഉണ്ടാക്കേണ്ടത്, ഇനി അമ്മ ചിക്കൻ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പോർക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, മീൻ നേരത്തെ വറുത്ത് വെച്ചായിരുന്നു, പപ്പടം കാച്ചണം ഇനിയിപ്പോൾ. പിന്നെന്താ ഇനി ഒരുപാട് പണികളൊന്നുമില്ല, ഇടിയപ്പം ഉണ്ടാക്കണം. പിന്നെ അമ്മ ഇപ്പോൾ കുളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. ഞാൻ രാവിലെ പിന്നെ കുളിച്ചതാണ്. പിന്നെ അനിയത്തി ഉണ്ട്, അവൾക്ക് കുളിക്കണം. പിന്നെ തേങ്ങയൊക്കെ എനിക്ക് അമ്മയാണോ സഹായത്തിന് ഇട്ട് തന്നത്. അമ്മ തേങ്ങയ്ക്ക് ഇട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയി. ഇനിയിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. കൈ പൊള്ളിക്കാതെ ഉണ്ടാക്കണം. ഞാൻ സാധാരണ എന്തുണ്ടാക്കിയാലും കൈ പൊള്ളാറാണ് പതിവ്. എനിക്ക് അടുക്കള കയറാൻ ഇഷ്ടമില്ലാത്ത അതാണ്. ഒന്നിൽ കൈ പൊള്ളും, കത്തിയെടുത്താൽ കൈ മുറിയും, എന്ത് ലൈഫാണ്, എനിക്ക് ഇഷ്ടമേ അല്ല. ചുമ്മാ കൈ കാണുന്നത് കൈ മുറിഞ്ഞൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് വേദനയിനേക്കാൾ ഇഷ്ടമില്ലാത്ത വിഷമം, ഭയങ്കര വിഷമമാണ്, മനസ്സിൻ്റെ കട്ടിയാണ്. കൈ പൊള്ളുക, കൈ മുറിയുക, ഇഞ്ചക്ഷൻ എടുക്കുക, എനിക്ക് ദേഹം മുറിയുന്നത്, ദേഹത്തിന് എന്തെങ്കിലും പറ്റുന്നതൊക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇടിയപ്പം എന്തായാലും റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ കറിയും ബാക്കി മീൻ വറുത്തതും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ 6 മണിയാകുമ്പോൾ പൂജ സംഭവം തുടങ്ങണം കേട്ടോ. ഇവിടെ പൂജ പുളിയാമ്പുളിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഇവിടെ കുടുംബത്തിലുള്ള ഒരു ദൈവമാണ് കേട്ടോ. നമ്മുടെ ആത്മാക്കൾ എന്ന് വെച്ചാൽ മരിച്ചു പോയവർ വീട്ടിൽ വരും, അവർക്കപ്പോൾ നമ്മൾ വാഴയിലയിൽ ഫുഡ് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ഐതിഹ്യമാണ് കേട്ടോ. എനിക്ക് അറിയത്തില്ല എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ടെന്ന്. എൻ്റെ വീട്ടിൽ സ്ഥിരം ഞാൻ കുഞ്ഞുനാളിലെ മുതലേ കണ്ടു വന്നിരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പുളിയാമ്പുളി എന്നാണ് ഞങ്ങളുടെ ദൈവത്തിനെ വിളിക്കുന്നത്. പുളിയാമ്പുളിക്ക് നമ്മൾ കുരുതി കൊടുക്കണം, പൂജ ചെയ്യണം. വീട്ടിൽ മൂത്തയാളാണ് ചെയ്യുന്നത്, എൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് പൂജ ചെയ്യുന്നത്. പിന്നെ അച്ഛനും കൂടെ നിന്ന് സഹായിക്കും. ഇത് പൂജ ചെയ്ത് 6 മണി എന്തോ 6 ആ ടൈമിൽ തീർക്കണം. എന്നിട്ട് നമ്മൾ അകത്ത് വാഴയിലയിൽ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ അവർക്ക് വെച്ചിട്ട് നമ്മൾ വീണ്ടും പുറത്ത് വന്ന് നിൽക്കണം. എന്നിട്ട് അതവർ കഴിക്കും, മീൻസ് എന്നാണ് വിശ്വാസം. അത് കഴിഞ്ഞ് നമ്മളതെടുത്ത് കഴിക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റില്ല, അച്ഛൻ മഴക്കുറേ അതൊക്കെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നമ്മളൊന്നും കാണാനും പാടില്ല, കാണിക്കാനും പാടില്ല. ഈ വ്ലോഗിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. ബൈ.